ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ രാത്രി വേളയ്ക്കായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹെബ്രോൻ ഗോസ്ബൽ അസംബ്ലി ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പ്രിയ ജെയിംസ് പാസ്റ്റർ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഈ രാത്രിയിലും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ സൂമിലൂടെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തിയതിന് ശേഷം ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ഷാജി എന്നാണ്. എൻ്റെ സ്വദേശം മലബാറിൽ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്ക് സമീപമുള്ള ഒരു കൊച്ചു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എനിക്ക് 1989 കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായ ജീവിതത്തിൽ അംഗീകരിപ്പാനും കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ആയിരിക്കാനും ദൈവം എനിക്ക് അവസരവും ഭാഗ്യവും നൽകി. കഴിഞ്ഞ 30 വർഷമായി ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഒരു സുവിശേഷ പ്രവർത്തകൻ എന്ന നിലയിൽ കർത്താവിന് വേണ്ടി വിവിധ നിലയിൽ പ്രവർത്തിക്കുവാനും ആത്മാക്കളെ നേടുവാനും ദൈവസഭയ്ക്കിൽ പ്രവർത്തിക്കുവാനൊക്കെ ദൈവം എനിക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മാതാപിതാക്കൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞങ്ങൾ 6 സഹോദരങ്ങളാണുള്ളത്. അതിൽ 3 പേര് മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ റോമൻ കത്തോലിക്ക പശ്ചാത്തലത്തിൽ ആ നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ എളിയവനായി എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 30 വർഷമായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. കഴിഞ്ഞ 28 വർഷം മലബാറിൽ പലയിടങ്ങളിൽ, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, ഈ ജില്ലകളിലൊക്കെ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ദൈവം അവസരം നൽകി. കഴിഞ്ഞ 2 വർഷമായിട്ട് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്ക് സമീപമുള്ള പഴന്തോട്ടം ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർക്കുകയും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഹെബ്രോൻ ഗോസ്ബൽ അസംബ്ലി ചർച്ചിൽ ഇങ്ങനെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ഒരവസരം എനിക്ക് കർത്താവ് തന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ഇതിനവസരം ഒരുക്കി തന്ന പ്രിയ ജെയിംസ് പാസ്റ്ററോടും ഈ സഭയോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ഉള്ളിൽ പ്രകാശനവും പ്രചോദനവും നൽകിയ ഒരു തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പ്രാർത്ഥനാപൂർവം ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലെ വിഷയം. ഇവിടെ പത്രോസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും സഭ പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി, പത്രോസിൻ്റെ മോചനത്തിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമായി ദൈവം തൻ്റെ ദൂതനെ അയക്കുകയും ദൂതൻ ഇറങ്ങി വന്ന് കാരാഗൃഹത്തിൽ ഇറങ്ങി വന്ന് പത്രോസിനെ അത്ഭുതകരമായി വിടുവിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയുടെ മധ്യത്തിൽ അവനെ എത്തിക്കുകയും ചെയ്യുന്നതാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 1 മുതലുള്ള ആദ്യത്തെ പ്രാരംഭമായിട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നൽകിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായി 4 കാര്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന്
പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പീഡിപ്പിക്കുന്ന ശത്രു. രണ്ട്, പീഡ ഏൽക്കുന്ന വ്യക്തി. മൂന്ന്, പ്രാർത്ഥിക്കുന്ന സഭ. നാല്, പ്രവർത്തിക്കുന്ന ദൈവം. ഒന്നും കൂടെ ഞാൻ ആ ഭാഗം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, പീഡിപ്പിക്കുന്ന ഒരു ശത്രുവിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. രണ്ട്, ശത്രുവിൻ്റെ പീഡയിൽ അകപ്പെട്ടു പോയ ഭക്തനായ വിശുദ്ധനായ ദൈവത്തിൻ്റെ ദാസനായ പത്രോസിനെ കുറിച്ച് നമ്മൾ ഈ ഭാഗത്ത് കാണും. മൂന്ന്, പത്രോസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, പത്രോസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയും. അങ്ങനെ സഭ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, ഏകാഗ്രതയോടും ശ്രദ്ധയോടും ആവശ്യബോധത്തോടും കൂടെ സഭ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ഒന്ന്, പീഡിപ്പിക്കുന്ന ശത്രു. രണ്ട്, പീഡ ഏൽക്കുന്ന വ്യക്തി. മൂന്ന്, പ്രാർത്ഥിക്കുന്ന സഭ. നാല്, പ്രവർത്തിക്കുന്ന ദൈവം. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശത്രു നിങ്ങളെ പീഡിപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്നെങ്കിൽ, തലമുറകളെ പീഡിപ്പിക്കുന്നെങ്കിൽ, ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ആകുലപ്പെടേണ്ട, വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം ആശ്രയിച്ചിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആ കാലത്ത് ഹേരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഏത് കാലത്ത്? വളരെ പ്രസിദ്ധമായ ഒരു പദപ്രയോഗമാണത്. ഏത് കാലത്താണ് ശത്രുവായ ഹേരോദ രാജാവ് പീഡിപ്പിക്കുവാൻ കൈനീട്ടിയത്? പുറകിലോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആ കാലത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്ന ആ കാലഘട്ടം. ദൈവസഭ വർദ്ധിച്ച് പീഡനങ്ങളുടെ നടുവിലും അതിനെ അവഗണിച്ച് സഭ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്ന ഒരു കാലഘട്ടം. പത്രോസിൻ്റെ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത്, വിടുതൽ പ്രാപിക്കുന്ന ആ ഒരു കാലഘട്ടം. ആ കാലത്താണ് ശത്രു പീഡിപ്പിക്കുവാൻ കൈനീട്ടിയത്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. നാം ദൈവകൃപയിൽ ശക്തിപ്പെടുമ്പോൾ, നാം ആത്മാവിൽ ബലപ്പെട്ട് കഴിയുമ്പോൾ, ആത്മനിറവിലേക്ക് നാം എത്തപ്പെടുമ്പോൾ, നമ്മിലൂടെ ചില ദൈവപ്രവർത്തികൾ നടക്കുമ്പോൾ, അനേകരെ സൗഖ്യമാകുമ്പോൾ, ദൈവികമായ പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ ശത്രുവിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ആ ദൈവപ്രവർത്തിയെ തടയുവാൻ, ആ ദൈവപ്രവർത്തിയെ ഇല്ലാതാക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാൻ ശത്രു കൈനീട്ടും. ഇന്ന് രാത്രിയിൽ നാം ദൈവകൃപയിൽ ശക്തിപ്പെടുമ്പോൾ, ആത്മാവിൻ്റെ ബലം നാം ഏറ്റെടുക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നാം പോരാടുമ്പോൾ, ദൈവകൃപയിൽ ശക്തിപ്പെടുമ്പോൾ, ദൈവം നമ്മെ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി നീട്ടുമ്പോൾ ശത്രു നമ്മെ തകർത്ത് കളയാൻ കൈനീട്ടും. എന്നാൽ ഇന്ന് രാത്രി ചിന്തിക്കണം കേട്ടോ. ഒരു പത്രോസിനെ കൊന്നതുകൊണ്ടോ, ഒരു യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതുകൊണ്ടോ, ഒരു പത്രോസിനെ കൊല്ലുവാൻ കാരാഗൃഹത്തിൽ പൂട്ടിയിട്ടതുകൊണ്ടോ ദൈവപ്രവൃത്തിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പ്ലാനുകളും
പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, ഏത് കാരാഗ്രഹത്തിനകത്ത് പൂട്ടിയിട്ടാലും, ഏതു ഹേരോദാവ് നമുക്ക് വിരോധമായി കരം നീട്ടി പ്രവർത്തിച്ചാലും, ശത്രു എത്ര പ്രബലനാണെങ്കിലും അതിനേക്കാൾ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. രോഗികൾ സൗഖ്യമാകുമ്പോൾ, ദൈവത്തിന്റെ സഭ ആമേൻ ശക്തിപ്പെടുമ്പോൾ, സഭ ആമേൻ എണ്ണത്തിൽ പെരുകുമ്പോൾ, ആമേൻ ശത്രു അടങ്ങിയിരിക്കുകയല്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുന്ന ഒരാളാണെങ്കിൽ, ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു കാര്യം സത്യമാണ്, ആ ദൈവപ്രവൃത്തിയെ തടയുവാൻ, നിങ്ങളെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ, നിങ്ങളെ നശിപ്പിച്ച് കളയുവാൻ ശത്രു പ്രവർത്തിക്കും. പക്ഷേ ശത്രുവിന്റെ പ്രവർത്തനത്തിൽ തകർന്നു പോകുന്നതല്ല ദൈവിക പദ്ധതികളും ദൈവിക പ്ലാനുകളും. ഇവിടെ യോഹൻ പത്രോസിനെ കൊല്ലുവാനായിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. രണ്ടാമത് നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പീഡിപ്പിക്കപ്പെടുന്ന പത്രോസ്, അവൻ ലോകപ്രകാരം നോക്കിയാൽ പത്രോസ് ഒരു ബലഹീനനാണ്. അനേക ആളുകൾ, പടയാളികളുടെ നടുവിൽ പത്രോസ് കിടക്കുകയാണ്, കാവൽക്കാരെ ആക്കിയിരിക്കുകയാണ്. ഈ ചെറിയ ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും വലിയ കാവൽ ഏർപ്പെടുത്താൻ, ഇത്രയും വലിയ ഒരു കാവൽ പട്ടാളത്തെ ഏർപ്പെടുത്താൻ കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർക്കറിയാം പത്രോസ് ബലഹീനനാണ്, പത്രോസിന് പ്രത്യേക കഴിവുകൾ ഒന്നുമില്ല. പക്ഷെ പത്രോസ് സേവിക്കുന്ന ദൈവം ബലവാനായ ദൈവമാണ്. പത്രോസ് ആരാധിക്കുന്ന ദൈവം, പത്രോസിനെ വിളിച്ചിറക്കിയ ദൈവം വലിയവനാണെന്ന് ശത്രുവിനറിയാം. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ബലഹീനരായിരിക്കാം, നമുക്ക് കഴിവുകൾ ഇല്ലായിരിക്കാം, പക്ഷേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ബലവാനായ ഒരു ദൈവമാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ശക്തനായ ഒരു ദൈവമാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നു എന്നുള്ളതാണ്. ശത്രു നമ്മെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ അവന്റെ പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കുമ്പോൾ, ശത്രുവിന്റെ പാളയത്തിനകത്ത് തീർന്നു പോകാനല്ല ദൈവം പത്രോസിനെ കുറിച്ച് ആഗ്രഹിച്ചത്. മറിച്ച് എന്തിനു വേണ്ടിയാണോ പത്രോസിനെ ദൈവം തെരഞ്ഞെടുത്തത്, എന്തിനു വേണ്ടിയാണോ വേർതിരിച്ചത്, ആ ദൈവിക നിർണയം തന്റെ ജീവിതത്തിൽ നിറവേറ്റാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഏതെങ്കിലും നിലയിൽ രോഗങ്ങൾ ഇട്ടോ, അല്ലെങ്കിൽ ശാരീരിക ബന്ധനങ്ങൾ ഇട്ടോ, അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ വരുത്തിയോ, അല്ലെങ്കിൽ തലമുറകളുടെ ഭാവിയെ ബന്ധിച്ചോ ശത്രു നിങ്ങൾക്കെതിരായി പോരാടുന്നെങ്കിൽ, ശത്രു നിങ്ങളെ പീഡിപ്പിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുകയാണ്, ശത്രുവിന്റെ പീഡയിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ തക്ക സമയത്ത് ഇറങ്ങി വന്ന് ആ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ മതിയായവനാണ്. ഇന്ന് രാത്രിയിൽ ചാരത്തും ദൂരത്തുമൊക്കെയായി സൂമിലൂടെയൊക്കെയായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും ശത്രുവിന്റെ പീഡ നിമിത്തം നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുകയാണോ? ഏതെങ്കിലും ശത്രുവിന്റെ പീഡ നിമിത്തം നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണോ? ഏതെങ്കിലും ശത്രുവിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് നിങ്ങൾ കഴിയുകയാണോ? എന്നാൽ ആ ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക, ഏതെങ്കിലും നിലയിൽ ശത്രു നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ? രോഗമിട്ടായിരിക്കാം, സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിയായിരിക്കാം, തലമുറകളുടെ ഭാവിയെ അടച്ചായിരിക്കാം, ഏതെങ്കിലും നിലകളിൽ കുടുംബ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുവാൻ ശത്രു നിങ്ങൾക്കെതിരെ പീഡ അഴിച്ചു വിടുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ശത്രുവിന്റെ പീഡയിൽ നശിച്ചു പോകുന്നതല്ല, ഇല്ലായ്മയായി പോകുന്നതല്ല പത്രോസിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, അതെ ശത്രു ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധന
ബന്ധനത്തിൽ നിന്ന്, ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന്, ആ പാപത്തിന്റെ കെട്ടിൽ നിന്ന്, ആ രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ആ തകർച്ചയുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ പുനരുദ്ധരിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഈ വചനം ഇവിടെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ നാളുകളായി നിങ്ങളുടെ തലമുറകളിൽ നാളുകളായി പീഡനങ്ങൾ അഴിച്ചുവിട്ട് സ്വസ്ഥത നഷ്ടപ്പെടുത്തി, സമാധാനത്തെ നഷ്ടപ്പെടുത്തി, കുടുംബ ജീവിതത്തിന്റെ ഐക്യതയെ നഷ്ടപ്പെടുത്തി, തലമുറകളുടെ ഭാവിയെ അടച്ച് ഒരു നിലയിലും മുന്നേറാൻ കഴിയാതെ വിവിധ നിലകളിൽ ഒന്നിന് പുറകെ ഒന്നിന് പിന്നാലെ ഒന്നായി ശത്രു പീഡനങ്ങൾ അഴിച്ചുവിടുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുകയാണ്, ശത്രുവിന്റെ പീഡയിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന, ശത്രുവിന്റെ പീഡനത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന, ഒരു പക്ഷെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ബലഹീനരായിരിക്കാം, ദൈവത്തെ സേവിക്കുന്ന നിങ്ങൾ ബലഹീനരായിരിക്കാം. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ബലവാനാണെന്നും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം സർവശക്തനാണെന്നും ഇന്ന് രാത്രി മനസ്സിലാക്കുക. ഒരു പീഡനം കൊണ്ട് തീരുന്നതല്ല പത്രോസിന്റെ ജീവിതം. മറിച്ച് പത്രോസിനെ കുറിച്ച് മുൻപേ ദൈവം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ചും അവന്റെ ജീവിതത്തിന്റെ ഭാവിയെ സംബന്ധിച്ചുമൊക്കെ മുൻകൂട്ടി ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാവിയെ ഇല്ലാതാക്കുവാൻ, നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെ ഇല്ലാതാക്കുവാൻ, നമ്മുടെ ആത്മീയതയെ ഇല്ലാതാക്കുവാൻ ശത്രുവിന് ഒരിക്കലും കഴിയുകയില്ല. ദൈവം തക്ക സമയത്ത് തന്റെ ദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ആമേൻ, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കാൻ കഴിയുന്ന, കാരാഗ്രഹത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ അടയപ്പെട്ട് കിടക്കുന്നവരാണോ നിങ്ങൾ? ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരാണോ നിങ്ങൾ? എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ആരാധിച്ചിട്ടും, എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാതെ എവിടെയൊക്കെയോ ശത്രു ബന്ധിച്ചിട്ടിരിക്കുകയാണോ? പുറം ലോകം കാണിക്കുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മേലുള്ള ദൈവിക പ്ലാനുകളും പദ്ധതികളും നടപ്പിൽ വരുത്തുവാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ രോഗത്തിന്റെ ചങ്ങലകളിട്ട്, പൈശാചിക ബന്ധനങ്ങളിട്ട് എവിടെയെങ്കിലും ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി തന്റെ ദൂതനെ അയച്ച് കാരാഗ്രഹത്തിന്റെ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞ് താമര വാതിലുകളെ തുറന്ന് ഒന്നാം കാവലും രണ്ടാം കാവലും കടത്തി പട്ടണവാതിക്കലുള്ള ഇരുമ്പ് വാതിൽ താനെ തുറക്കപ്പെടത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്ക്, പുറത്തു കൊണ്ടുവരുന്ന, വിടുതലിലേക്ക് നയിക്കുന്ന, പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന, രോഗത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിന്റെ അനുഭവം അതാണ്. പാപത്തിൽ അകപ്പെട്ട് കിടന്നിരുന്ന എന്നെ അത് മതപരമായ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടന്നിരുന്ന എന്നെ കർത്താവ് വിടുവിച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ എന്റെ കർത്താവ് എന്നെയും പുറത്തു കൊണ്ടുവരുവാനിടയായി. ഞാൻ പറയാം, ഞാൻ സേവിക്കുന്ന ദൈവം വലിയവനാണ്. നിങ്ങളുടെ ഏത് പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. മാനുഷികമായ അസാധ്യമെന്ന് തോന്നിയാലും, നടക്കില്ല എന്ന് തോന്നിയാലും, ദൈവം സമയമാകുമ്പോൾ, ദൈവത്തിന്റെ സമയത്ത് ദൈവം തന്റെ ദൂതനെ അയച്ച് ദൈവം കണ്ടവരെ പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയുകയാണ്, ശത്രു ബന്ധിച്ചിടത്ത് നിന്ന്, ശത്രു ഒതുക്കിയിട്ടിടത്ത് നിന്ന് ചിലരെയൊക്കെ ദൈവം പുറത്തു കൊണ്ടുവന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമായി തീർന്നത് ഇതിന്റെ പുറകിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെട്ടു പോകുകയല്ല,
പ്രാർത്ഥിക്കുന്നവര് ഇല്ലാതായി പോകുകയില്ല, പ്രാർത്ഥിക്കുന്നവര് നശിച്ചു പോകുകയില്ല. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന തലമുറകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന സഭകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ അകത്തളത്തിൽ ഇരുന്ന് ആരും അറിയാതെ, ആരും കേൾക്കാതെ ഏങ്ങി മോങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുക, പ്രാർത്ഥിച്ചാൽ ചില വിടുതലുകൾ ദൈവം അയക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങളെ വിഷമിപ്പിക്കുന്ന വിഷയത്തിന്റെ മേല് ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥിക്കുന്നവര് പരാജയപ്പെടുകയില്ല, പ്രാർത്ഥിക്കുന്നവര് തോറ്റുപോകുകയില്ല എന്ന് നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കുക. പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം മതിയായവനാണ്. ഈ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ഒരു വിഷയത്തിൽ ഏകാഗ്രഹമായി നിന്നുകൊണ്ട് ആ വിഷയത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുമെങ്കിൽ, ഇന്ന് രാത്രി തീർച്ചയായും എത്ര വിദൂരതയിലാണ് എങ്കിലും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഏത് ഹേരോദാവ് ബന്ധിച്ചിട്ടാലും, എത്ര വലിയ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടാലും, ആമേൻ, ഏത് താഴിട്ട് പൂട്ടിയാലും ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, പ്രാർത്ഥിച്ചാൽ ചില ചങ്ങലകൾ അഴിയും. പ്രാർത്ഥിക്കുന്നവന് മുമ്പില് അടയപ്പെട്ട് കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് ചില വിടുതലുകൾ നൽകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എത്ര വലിയ ചങ്ങലകളാൽ ബന്ധിച്ചാലും, ഏത് ഹേരോദാവ് ബന്ധിച്ചാലും, എത്ര വലിയ താഴിട്ട് പൂട്ടിയാലും, പ്രാർത്ഥനയുടെ മുമ്പില് തീതൊട്ട ചണനൂൽ പോലെ അത് കത്തിമാറുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് എന്റെ വിഷയത്തിന്റെ മേൽ വിടുതൽ നൽകുമെന്ന് നിങ്ങൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവോ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ എങ്ങനെ പറയാറുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ഒന്നും കൂടെ ഞാൻ ആ വാചകം പറയാം. പ്രവർത്തകനായ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരാള് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ കരവും ചലിച്ചില്ലെങ്കിലും, ആരും നിങ്ങൾക്ക് വേണ്ടി കൈ നീട്ടിയില്ലെങ്കിലും, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ, വിശ്വസിച്ച് ആമേൻ പറഞ്ഞ വചനം ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ഇന്ന് രാത്രി പറയട്ടെ, ദൈവം പ്രവർത്തിച്ചാൽ അതിനെ തടുക്കാൻ ആരെ കൊണ്ടും കഴിയുകയില്ല. ദൈവം പ്രവർത്തിച്ചാൽ അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവം പ്രവർത്തിച്ചാൽ അതിനെ തടയാൻ, ആ ദൈവ പ്രവൃത്തിയെ തടയാൻ ഒരു കാരാഗ്രഹത്തിനും കഴിയുകയില്ല, ഒരു ഹേരോദാവിനും കഴിയുകയില്ല. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഈ വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളത് വിശ്വസിക്കുന്നുവോ? ഞാൻ എന്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. ഇന്ന് രാത്രി ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. പീഡിപ്പിക്കുന്ന ശത്രു, ആമേൻ, ദൈവം നമ്മെ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഉപയോഗപ്പെട്ടു തുടങ്ങുമ്പോൾ, നമ്മുടെ മേൽ ദൈവിക ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ, നമ്മിലൂടെ അസാധാരണമായ ദൈവപ്രവൃത്തി ജനങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു തുടങ്ങുമ്പോൾ ശത്രുവിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ശത്രു പീഡനങ്ങൾ അഴിച്ചുവിടും. നമുക്കറിയാം,
ഭാരതത്തിലും ലോകത്തിലെമ്പാടും ദൈവത്തിന്റെ ജനം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശത്രുവിന്റെ പീഡ കൊണ്ട് തകരുന്നതല്ല ദൈവത്തിന്റെ സഭ. ശത്രു പീഡിപ്പിച്ചാൽ അവസാനിക്കുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ. ശത്രു എത്ര പീഡിപ്പിക്കുന്നുവോ അതനുസരിച്ച് ദൈവസഭ വളർന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആരെയെങ്കിലും രോഗമിട്ട് ശത്രു പീഡിപ്പിക്കുന്നെങ്കിൽ, ആരെയെങ്കിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും വരുത്തി ശത്രു പീഡിപ്പിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ അതിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഈ വചനം കേൾക്കുന്നുണ്ട്? അന്യായമായിട്ട് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട്, ഒരു പാവവും ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവോ? മിസ്രൈമിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ ഫറവോൻ പീഡിപ്പിച്ചതുപോലെ നിങ്ങളെ പീഡിപ്പിക്കുന്നുവോ ശത്രു? എങ്കിൽ നിരാശപ്പെട്ടു പോകണ്ട. ശത്രു ബന്ധിച്ച ചങ്ങലകളെ അഴിച്ച് ശത്രുവിന്റെ പദ്ധതികളെ തകർത്ത് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണോ? നാളുകളായി സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, കുടുംബത്തിൽ മുന്നേറാൻ കഴിയാതെ, കരകയറാൻ കഴിയാതെ നിരാശയിലായിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയാൻ ഈ രാത്രിയിൽ ഈ വചന കേൾവി നിങ്ങൾക്ക് മുഖാന്തരമാക്കി തീർക്കട്ടെ. സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ്. എന്താണ് ഇന്നത്തെ പരാജയം? ആധുനിക പെന്തക്കോസ്തിന്റെ പരാജയം എന്താണ്? പ്രാർത്ഥിക്കാൻ ആളുകളില്ല, കരയുവാൻ ആളുകളില്ല, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാൻ ആളുകളില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദേശത്തെ ഉണർത്താൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കുവാൻ സഭ തയ്യാറാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളില്, ഭാരതത്തിന്റെ വിവിധ സ്റ്റേറ്റുകളില്, അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളില് പീഡിപ്പിക്കപ്പെടുന്ന ജനത്തെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ സഭ പ്രാർത്ഥിക്കാൻ മുൻപോട്ട് വരിക. ദൈവ കുടുംബങ്ങൾ ദൈവത്തെ സേവിക്കുന്ന ജനം പ്രാർത്ഥിക്കുവാൻ മുൻപോട്ട് വരിക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. ഈ രാത്രിയിൽ വചനം കേൾക്കുന്ന നിങ്ങളോട് വളരെ സ്നേഹത്തോടെ, വിനയത്തോടെ ഞാൻ പറയട്ടെ, ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ളത്, നാളുകളായിട്ട് പല നിലകളിലുള്ള പീഡനങ്ങളിലൂടെ, പൈശാചിക പീഡനങ്ങൾ, രോഗത്തിന്റെ പീഡനങ്ങൾ, അസ്വസ്ഥതയുടെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, വിടിവിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട്, പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? മുട്ടുമടക്കാൻ നിങ്ങൾ തയ്യാറാണോ? പകലിനെ രാത്രിയാക്കി, ദൈവസന്നിധി രാത്രിയെ പകലാക്കി മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഇതുവരെയും നിങ്ങൾ കാണാത്ത ചില ദൈവപ്രവർത്തികൾ, നിങ്ങൾക്ക് പോലും ആശ്ചര്യം കൂറുമാറ്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നുമാറ് ചില ദൈവപ്രവർത്തികൾ ദൈവം ചെയ്യും. എത്ര ദൂരത്താണെങ്കിലും, ആര് ബന്ധിച്ചാലും, എത്ര വലിയ പൈശാചിക ശക്തികൾ ബന്ധിച്ചിട്ടാലും ആ കെട്ടിനെ അഴിക്കാൻ,
ആ ബന്ധനത്തെ അഴിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. വിശ്വസിക്കുന്നുവോ? മറ്റൊരാൾ നിങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ആമേൻ വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ, ശ്രദ്ധയോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നാളുകളായി വർഷങ്ങളായി പിശാച് നിങ്ങളുടെ കുടുംബത്തെ കെട്ടിയിരിക്കുന്ന ആ ചങ്ങലകൾ ഈ വചന ശുശ്രൂഷയിൽ അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന ആ രോഗത്തിന്റെ കെട്ടുകള് ആമേൻ ഈ രാത്രി അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവര് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഉടമന ഹസ്തരാജഗദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി എന്റെ വിടുതലിന്റെ രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയായി ആമേൻ അടയപ്പെട്ട് കിടക്കുന്ന കാരാഗ്രഹത്തിന്റെ അകത്തളത്തില് ദൈവം തന്റെ ദൂതനെ ഇറക്കി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവിന്റെ കരത്തിന്റെ ഒരു സ്പർശനം മതി ആ ചങ്ങലകൾ അഴിഞ്ഞു മാറുവാൻ, ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ. ആമേൻ. ദൈവം ഒന്ന് തൊട്ടാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം. ഇന്ന് രാത്രി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. എത്ര വലിയ പോരാട്ടങ്ങൾ ഉണ്ടായാലും ദൈവകൃപയിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ മുൻപിൽ ഇന്ന് അടഞ്ഞു കിടക്കുന്ന കാരാഗ്രഹത്തിന്റെ വാതിലുകൾ താനെ തുറക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ആലോചന പറയുകയാണ്. നിങ്ങളുടെ ഭാവിയുടെ മുമ്പില്, നിങ്ങളുടെ തലമുറയുടെ ഭാവിയുടെ മുമ്പില്, കുടുംബത്തിന്റെ മുൻപില്, സാമ്പത്തിക വിഷയങ്ങളുടെ നടുവില് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ താനെ തുറക്കപ്പെടുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, പൈശാചിക ശക്തികൾ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആമേൻ, ഇന്ന് രാത്രിയിൽ അത് അഴിഞ്ഞു മാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവരിയ്ക്കുന്ന മുറിക്കകത്ത്, അവരിയ്ക്കുന്ന കുടുംബത്തിനകത്ത് ആ ദൈവശക്തി വ്യാപരിപ്പിച്ച് നാളുകളായി കെട്ടപ്പെട്ട് കിടക്കുന്ന തലമുറകളെ അഴിച്ചു വിടുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി അവരുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ രാത്രിയിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ അവസരം ഒരുക്കി തന്ന ഹെബ്രോൻ ഗോസ്പൽ അസംബ്ലി ചർച്ചിന്റെ പാസ്റ്റർ ജെയിംസ് പാസ്റ്ററോടും ഈ സഭയോടും പ്രിയപ്പെട്ടവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ബഹുമാനരും ശ്രേഷ്ഠരുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഹെബ്രോൻ അസംബ്ലി ചർച്ചിൻ്റെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ്, എനിക്ക് മുമ്പ് ദൈവവചനം ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ പ്രിയ ജെയിംസ്, ഈ മീഡിയ ഇവിടെ കൈകാര്യം ചെയ്യുന്ന പ്രിയ സഹോദരൻ, ഈ മീഡിയയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പറയും. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവേ വരണമേ.
വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 22 അധ്യായങ്ങളും 404 വാക്യങ്ങളും ഉൾക്കൊണ്ട അതിമനോഹരമായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന്റെ പാപനിമിത്തം എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം സ്വർഗത്തിലെ ദൈവം മനുഷ്യന് തിരിച്ചു നൽകുന്ന ഒരു മനോഹരമായ ഒരു ചിത്രം വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വായിച്ച വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേഘത്തിലെ പ്രത്യക്ഷത എന്നുള്ളതാണ്. ക്രൈസ്തവ സഭയുടെ പ്രത്യാശയും പ്രതീക്ഷയും ആഗ്രഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ തിരിച്ചു പഠിച്ചാൽ 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ്. 2-3 അധ്യായങ്ങളിൽ 7 സഭകളെക്കുറിച്ച്, സഭകളുടെ 7 കാലഘട്ടങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. 4-5 അധ്യായങ്ങളിൽ വിശുദ്ധ സഭ സ്വർഗത്തിലാണ്. 6-ാം അധ്യായം മുതൽ 20-ാം അധ്യായം വരെ ആന്റി ക്രൈസ്റ്റിന്റെ, എതിർ ക്രിസ്തുവിന്റെ വാഴ്ച കാലത്ത് ഈ ഭൂപരപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിവരണമാണ്. 20-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യവർഗത്തിന്റെ ശത്രുവായ, മനുഷ്യവർഗത്തിന്റെ എതിരാളിയായ പിശാചിനെ 1000 വർഷത്തേക്ക് ചങ്ങലക്കിട്ട് പൂട്ടി ഈ ഭൂമിയിൽ 1000 വർഷം ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് യേശുക്രിസ്തു രാജാവായി ഭരണം നടത്തും. 21-22 അധ്യായങ്ങളിൽ 21 പുതിയ യെരൂശലേമും 22-ൽ നിത്യതയും ആണ് വെളിപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതിൽ 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്ന കർത്താവ്, നമുക്കറിയാം, ചില ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് കാൽവറിയുടെ ഉന്നതത്തിൽ ആ 2 കള്ളന്മാരുടെ നടുവിൽ കരതലങ്ങൾ കാര്യപാണികളാൽ തുളയ്ക്കപ്പെട്ടവനായി, മുൾക്കിരീടം ധരിക്കപ്പെട്ടവനായി, ശരീരമെല്ലാം ഉഴുവിച്ചാലുകൾ പോലെ കീറപ്പെട്ടവനായി, അസ്ഥികളെല്ലാം ബന്ധം വിട്ടവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഒരു മാംസപിണ്ഡത്തെയാണ് യോഹന്നാൻ കാണുന്നത്. എന്നാൽ പത്മോസിൽ, അതിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ ആത്മവിവശതയിലായപ്പോൾ കണ്ടത് കാൽവറിയിൽ കണ്ട കർത്താവിനെയല്ല, പിന്നെയോ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെയാണ് കാണുന്നത്. ആ തേജസ്കരിക്കപ്പെട്ട കർത്താവ് 2-3 അധ്യായത്തിൽ വിശുദ്ധ സഭയുടെ നടുവിൽ, സഭയുടെ നാഥനായി, സഭയുടെ പരിപാലകനായി, സഭയുടെ ഉടയവനായി, സഭയുടെ നടത്തിപ്പുകാരനായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമ്മെ ബലപ്പെടുത്തുന്നതും നമുക്ക് ധൈര്യം നൽകുന്നതും എന്ന് നാം അറിഞ്ഞിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം എമ്മൗസിലേക്ക് പോയ ആ പ്രിയപ്പെട്ടവരോട് നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് അവരോട് ചേർന്ന് നടന്നു. വിശുദ്ധ സഭയോട് ചേർന്ന് നടക്കുന്ന കർത്താവ്, അവരെ വഴി നടത്തുന്ന കർത്താവ്, അവരെ പോറ്റിപ്പുലർത്തുന്ന കർത്താവ്, അവരുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ്, ആ കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇതുവരെയും വരാത്തത്? ഞാൻ കോലഞ്ചേരിയിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വെയിറ്റിംഗ് ഷെഡിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയും. അദ്ദേഹം മഹദിയം ബാബിലോൺ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് അയാൾക്കുണ്ടായ ആ മാനസികമായ വിഭ്രാന്തിയിൽ നിന്ന് പറയുന്നതാ. അല്ലയോ മാളൂരെ, കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ടാണ്
വരാത്തതെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് അദ്ദേഹം തന്നെ ചിരിച്ചുകൊണ്ട് പറയും, പള്ളിയുടെ മുകളിൽ കുരിശ്, പള്ളിയുടെ താഴെ കുരിശ്, കവലകൾ തോറും കുരിശ്, കുരിശ് കണ്ട് പേടിച്ചിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വരാത്തതെന്ന്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കുരിശ് കണ്ട് പേടിച്ചിട്ടല്ല കർത്താവ് വരാത്തത്. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവൻ ദീർഘക്ഷമ കാണിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രിയിലും തൻ്റെ സഭയെ ചേർക്കുവാൻ വരാതിരിക്കുന്നതിന്റെ കാരണം നാം ഓരോരുത്തരുമാണ്. അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഹൃദയംഗമായ സ്നേഹമാണ്, ആ കരുതലാണ് ഇന്നും കർത്താവ് വരുവാൻ താമസിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നു. ഈ മാനസാന്തരം എന്നുള്ളത് സുവിശേഷകരുടെ ഒരു പ്രസംഗമല്ല. മാനസാന്തരം എന്നുള്ളത് ക്രിസ്തീയ സഭയുടെ മാത്രമായ ഒരു ഉപദേശമല്ല. സകല മതങ്ങളിലും മാനസാന്തരത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ മാനസാന്തരത്തെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. അഖിലാണ്ടത്തിന്റെ ഉടയവനായ സകലത്തിന്റെയും സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ കൽപ്പനയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മൾ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല. ക്ലാസ്സിൽ ടീച്ചർ ഓൾ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിലോ എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല. കാരണം അവിടെ ആ കൽപ്പനകൾ പ്രമാണിപ്പാൻ തക്കവണ്ണം അവർ ബാധ്യസ്ഥരാണ്. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം മനുഷ്യവർഗത്തോട് കൽപ്പിക്കുന്നു, നീ മാനസാന്തരപ്പെടണം, നീ വീണ്ടും ജനിക്കണം, നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നതും വീണ്ടും ജനനം എന്ന് പറയുന്നതും പുനർജനനം എന്ന് പറയുന്നതൊക്കെ ഈ നാശത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ പദ്ധതിയാണ്, ദൈവത്തിന്റെ പ്ലാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സാ വാച കർമ്മണ, മനുഷ്യൻ മനസ്സുകൊണ്ടും വാചകം കൊണ്ടും കർമ്മം കൊണ്ടും ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. കർത്താവായ യേശു ക്രിസ്തു ഒരു ഭവനത്തിലിരിക്കുമ്പോൾ പട്ടണത്തിലേക്കും പാപിനിയായ ഒരു സ്ത്രീ അവന്റെ അടുക്കൽ വന്നു. ആ പാപിനിയായ സ്ത്രീ അവന്റെ പാദപീഠത്തിലിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ പാദം കഴുകി, മുടി കൊണ്ട് അവന്റെ പാദം തുടച്ചു. അവൾ കരുതിയിരുന്ന വിലയേറിയ തൈലം അവൾ യേശുവിന്റെ കാലിൽ പുരട്ടി. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവിടെ ഇരുന്നവരൊക്കെ ഇവൻ ആരാണ് എന്നുള്ള ധ്വനി മുഴക്കുമ്പോൾ എന്റെ യേശു ഈ പാപിനിയായ സ്ത്രീയോട് പറയുന്നത് ഇങ്ങനെയാണ്, സ്ത്രീയെ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോകാം. യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപങ്ങളെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയോട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു, നീ സമാധാനത്തോടെ പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം? ഒന്ന്, പാപമോചനം. പാപമോചനം പ്രാപിച്ച ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന രണ്ടാമത്തേത് സമാധാനമാണ്. മൂന്നാമത് ദൈവം പറയുന്നു, നിന്നെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതെന്താണ്? ശത്രുവിന്റെ
കരങ്ങളിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്ന് അവളെ രക്ഷിപ്പാൻ അവളിൽ ദൈവം പകർന്ന ആ രക്ഷയ്ക്കും സമാധാനത്തിനും കഴിയുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ മനുഷ്യവർഗം മുഴുവൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ഫിലിപ്പിയുടെ കൈസരിയിൽ ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ തന്റെ അടുക്കൽ വന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ജനം എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ യോഹന്നാനെന്നും ചിലർ ഏലിയാവെന്നും ചില ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ആ സ്വർഗീയ വെളിപ്പാട് പ്രാപിച്ച ആ പത്രോസ് യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ എൻ്റെ കർത്താവ് പത്രോസിനോട് പറയുകയാണ്, ബറയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. യേശു ആരാണെന്നുള്ള വെളിപ്പാട് പ്രാപിച്ചവരോട് സ്വർഗം പറയുന്നു, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ധനം സമ്പാദിക്കുന്നതോ അല്ലെങ്കിൽ സ്വത്തുക്കൾ സമ്പാദിക്കുന്നതോ വിദ്യ സമ്പാദിക്കുന്നതോ ലോകത്തിലെ ഭൗതികമായ ഏത് നേട്ടത്തെക്കാളും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നു. ഇങ്ങനെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതിനുശേഷം കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ കൊണ്ട് പണിയുന്നതാണ് സഭ എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ സഭ. വിശുദ്ധ സഭയുടെ മൂലക്കല്ല് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. സഭയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരാണ്. ആ സഭയെ ചേർക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മേഘത്തിലെ പ്രത്യക്ഷതയെ കുറിച്ച് ആദ്യം പ്രസ്താവിച്ചിരിക്കുന്നത് പ്രവാചകനായ ഹാനോക്കാണ്. ഹാനോക്ക് ഇങ്ങനെയാണ് പറയുന്നത്, 1000 വിശുദ്ധന്മാരുമായി തൻ്റെ സഭയെ ചേർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു വരുന്നു എന്ന് താനെ പ്രസ്താവിച്ചിട്ടുണ്ട്. രണ്ടാമത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അബ്രഹാമാണ്. അബ്രഹാം എന്താണ് പറയുന്നത്? ദൈവം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനു വേണ്ടി ഞാൻ നോക്കി പാർക്കുന്നു. അങ്ങനെ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നു. അതുപോലെ മാത്രമല്ല, 30 ലക്ഷം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മോശ പറയുകയാണ്, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ആദ്യം പ്രസ്താവിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവ് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോകുമെന്ന് തന്റെ അരുമ ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ സന്തോഷത്തോടെ ആനന്ദത്തോടെയൊക്കെ കർത്താവിന്റെ കൂടെ നടന്ന ആ ശിഷ്യന്മാരുടെ മുഖം പെട്ടെന്ന് മ്ലാനമായി, അവരുടെ മുഖം വാടി. എന്നാൽ കർത്താവ് അവരെ ചേർത്ത് നിർത്തി അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ. ഞാൻ പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നമ്മെ ഇരുത്തേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് കർത്താവായ യേശുക്രിസ്തു താൻ തന്റെ വിശുദ്ധ സഭയ്ക്ക് വാഗ്ദത്തം കൊടുത്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണ സമയത്ത് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ ഗലീല പുരുഷന്മാർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. യേശു മേഘങ്ങളിൽ അങ്ങ് മറഞ്ഞിട്ടും അവർക്ക് ആ ദൃഷ്ടി മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഉടനെ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിക്കുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്?
നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു എങ്ങനെ പോയോ അതുപോലെ മടങ്ങി വരും. മനുഷ്യപുത്രനായി യേശു ക്രിസ്തു മേഘമണ്ഡലങ്ങളെ താണ്ടി, നക്ഷത്രമണ്ഡലങ്ങളെ താണ്ടി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. എന്നാൽ ഒരു ദിവസം ഈ മേഘമണ്ഡലങ്ങളെ കീറി, നക്ഷത്രമണ്ഡലങ്ങളെ കീറി 1000 വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ മേഘത്തിൽ പ്രത്യക്ഷനാകും എന്ന് ദൂതന്മാർ സാക്ഷ്യം പറയുന്നു, പ്രവാചകന്മാർ സാക്ഷ്യം പറയുന്നു, അപ്പോസ്തലന്മാർ സാക്ഷ്യം പറയുന്നു, ദൂതന്മാർ സാക്ഷ്യം പറയുന്നു. 2 or 3 പേർ അവരുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വരവിനോടുള്ള ബന്ധത്തിൽ ലോകത്തിൽ നടക്കേണ്ട ചില പ്രവചന ഭാഗങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് യഹൂദ ലക്ഷ്യമാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ തക്കവണ്ണം സമയമില്ലാത്തത് കൊണ്ട് ഒന്ന് തൊട്ടുപിടുകയാണ്. എനിക്ക് മുമ്പ് ദൈവത്തിന്റെ ദാസൻ രക്ഷയെക്കുറിച്ചും വിടുതലിനെ കുറിച്ചും ഒക്കെ പ്രസംഗിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വേദഭാഗം എടുത്തത്. യഹൂദ്യ ലക്ഷ്യം. കർത്താവായ യേശു ക്രിസ്തു യെരൂശലേമിലോട്ട് പോകുമ്പോൾ അവൻ അത്തിയെ നോക്കി, അത്തിയിൽ ഫലമില്ല, അത്തിയെ ശപിച്ചു, അത്തി ഉണങ്ങിപ്പോയി. അത്തിയും ഒലിവും മുന്തിരിയും ഒരുമിച്ച് വളരുന്ന ഏകരാജ്യം ഇസ്രായേലാണ്. അത്തി അവന്റെ രാഷ്ട്രത്തെ കാണിക്കുന്നു, ഒലിവ് അവന്റെ മാർഗത്തെ കാണിക്കുന്നു, മുന്തിരി അവന്റെ ആത്മീയത്തെ കാണിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ രാഷ്ട്രീയമായും മാർഗീയമായും ആത്മീകമായും അധപ്പതിച്ച ഒരു ഇസ്രായേലിനെയാണ് എൻ്റെ കർത്താവ് കണ്ടത്. അതുകൊണ്ടാണ് അവൻ ഒലിവുമലയിൽ ഇരുന്നു കൊണ്ട് യെരൂശലേമിനെ നോക്കിക്കൊണ്ട് കരഞ്ഞു എന്ന് നാം വായിക്കുന്നു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഒരു പട്ടണത്തെ മെറ്റീരിയൽ വസ്തുക്കളാൽ പണിതുയർത്തിയ ഒരു പട്ടണത്തെയല്ല കർത്താവ് കണ്ടത്. ആ പട്ടണത്തിൽ വസിക്കുന്ന നിവാസികളെയാണ് കർത്താവ് കണ്ടത്. അവരോട് പറയുകയാണ്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്കൊരു ദൂത് പറയുവാനുണ്ട്. ഈ നാളിൽ, ഈ കാലഘട്ടത്തിൽ ഈ ജനം അവന്റെ രക്ഷയുടെ മാർഗം, അവന്റെ വിടുതലിന്റെ മാർഗം, ആ ക്രൂശിന്റെ മാർഗം ഒന്നറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. അത്തിയെ ശപിച്ചു, അത്തി ഉണങ്ങി. അത്തിയാകുന്ന യഹൂദൻ AD 70 അതെ അവന്റെ ആലയം നഷ്ടമായി. AD 135 അവൻ ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു. ലോകത്തിൽ മുഴുവൻ യഹൂദൻ ചുരുക്കമായി തീർന്നു. എന്നാൽ എന്റെ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, അത്തി തളിർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. 1ാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ എന്താണ് സംഭവിച്ചത്? യഹൂദന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കുടിയേറിപ്പാർപ്പാൻ അവസരം കിട്ടി. 2ാം ലോക മഹായുദ്ധം 1939 മുതൽ 45 വരെ യഹൂദ രാഷ്ട്രം 1948 ജൂലൈ മാസം 14-ാം തീയതി അർദ്ധരാത്രി ഡേവിഡ് ബെൻഗുറിയന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായി. എന്റെ യേശു പറഞ്ഞു, അത്തി ഉണങ്ങും. അത്തി AD 70 ഉണങ്ങി. എന്റെ യേശു പറഞ്ഞു, കർത്താവിന്റെ വരവിന് മുന്നോടിയായി അത്തി തളിർക്കുമെന്ന്. ലോകത്തിൽ ചുരുക്കമായി ശേഷിച്ച ആ ഇസ്രായേൽ എന്ന അത്തി എന്റെ യേശുവിന്റെ വരവിന് മുമ്പ് തളിർക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അവൻ ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് ഇങ്ങനെ തളിർത്ത് നിൽക്കുകയാണ്. അവന്റെ തളിർപ്പിനെ, അവന്റെ ഉയർച്ചയെ, അവന്റെ വളർച്ചയെ ഇല്ലാതാക്കുവാൻ ലോക ശക്തികൾ മുഴുവൻ ശ്രമിച്ചാലും സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും അവൻ കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമായി അവൻ നിലനിൽക്കും. കാരണം കർത്താവ് അവരെ കൊണ്ടുവന്നു, കർത്താവ് അവരെ നട്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഓടുള്ള ബന്ധത്തിൽ ആ പ്രവചന ഭാഗം നിറവേറി. 2ാമത് രാഷ്ട്രീയമായ ലക്ഷ്യമാണ്.
ഈ ലോകത്തെ 4 സാമ്രാജ്യമാണ് ഭരിച്ചത്. 1 ബാബിലോൺ സാമ്രാജ്യം, 2 മേദ്യ പാർസ്യ സാമ്രാജ്യം, 3 ഗ്രീസ് സാമ്രാജ്യം, 4 റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യം ജനസമുദായ കടലിലോട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സമുദ്രത്തിൽ നിന്നും ഒരു മൃഗം കയറി വന്നു. എൻ്റെ കർത്താവിൻ്റെ മേഘത്തിലെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പുനർജനനം ഉണ്ടാകും എന്ന് ബൈബിൾ പറയുന്നു. അതും ലോകത്തിൽ ഉടലെടുത്ത് കഴിഞ്ഞു. അതാണ് യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നു കഴിഞ്ഞു. അവരുടെ ലക്ഷ്യം ഒരു സാമ്രാജ്യം, ഒരു നേതാവ്, ഒരു പാസ്പോർട്ട്, ഒരു നാണയം, ഇതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ അത് വെളിപ്പെട്ടു വരാത്തതിന്റെ കാരണം 2 തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെട്ടു വരും. ആരാണ് തടുക്കുന്നത്? ചിലർ പറയുന്നു പരിശുദ്ധാത്മാവാണെന്ന്. എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്നത് ദൂതനാണെന്നാണ്. കാരണം പരിശുദ്ധാത്മാവിന് ശത്രുവിനെ തടുക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും ആലോചന പറഞ്ഞു തരികയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ദൂതനാണ് ഈ അന്ധകാര ശക്തികളോട് ഫൈറ്റ് ചെയ്യുന്നത്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അന്ധകാര ശക്തികൾ ദൈവസഭയ്ക്കെതിരെ ശക്തമായി പോരാടും. എന്നാൽ ജയിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഓരോ വ്യക്തിക്കും അവന്റെ സേവകാത്മാക്കളായി ദൂതഗണങ്ങളുടെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്, സുരക്ഷിതത്വം നമുക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടിയായി ഈ 2 പ്രവചനവും നിറവേറിക്കഴിഞ്ഞു. 3ാമത്തേത് ആത്മീക മണ്ഡലമാണ്. ആത്മീക മണ്ഡലത്തെക്കുറിച്ച് 2 തീമോത്തിയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഇങ്ങനെ വമ്പ് പറയുന്ന ആ ഒരു വലിയ ഒരു ആത്മീക അധപ്പതനത്തിലേക്ക് ലോകം നീങ്ങും എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവസഭയ്ക്കെതിരെ, ആത്മീകമായ പ്രവർത്തനങ്ങൾക്കെതിരെ, സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പോരാടുന്ന, ശക്തമായി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു അന്ധകാര ശക്തി, അതിൻ്റെ വ്യാപാരം ഇന്ന് ലോകത്തുണ്ട്. ആത്മീക സഭയിൽ പോലും ആ ആത്മീക ആരാധന, ആത്മീകമായ തീഷ്ണത കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് സംശയിക്കുന്നു. അങ്ങനെ വിശ്വാസം ത്യജിക്കുന്ന, വിശ്വാസത്തെ തള്ളിക്കളയുന്ന, ഉപദേശത്തെ ത്യജിച്ചു കളയുന്ന ഒരാത്മീക തലമുറ ഉണ്ടാകും എന്ന് ബൈബിൾ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനങ്ങളെല്ലാം നിറവേറി അതിൻ്റെ ആ അവസാനത്തെ ആ നാഴികയിലേക്ക് സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മേഘത്തിൽ, അതെ, അവൻ വാതിൽക്കലായിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആരാണ് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന തന്റെ സഭയെ ചേർക്കുവാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട്, അതെ, ആ വിശുദ്ധിയോടെ ജീവിക്കുന്ന വിശുദ്ധരെ ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് വരുന്നത്. ആരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്? കാൽവറിയിൽ നിന്നൊഴുകിയ പുണ്യാക രക്തത്താൽ പാപക്കറകളെ കഴുകി പിടിപ്പാക്കി വിശുദ്ധിയോടെ ജീവിക്കുന്ന വിശുദ്ധരെ ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് വീണ്ടും വരുന്നത്. ആ കർത്താവിന്റെ വരവെങ്കിൽ അവനെ എതിരേൽപ്പാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാമെന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.